ഹലോ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് അരേൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, റൈറ്റ് എ പ്രോഗ്രാം ടു റീപ്ലേസ് ഓൾ ദ ഈവൻ നമ്പേഴ്സ് ഇൻ ആൻ അരേ വിത്ത് ഡോളർ ആൻഡ് പ്രിന്റ് ദ അരേ ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, നമുക്ക് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? നമ്മുടെ ഒരു അരയുണ്ട് നമ്മുടെ കയ്യിൽ, അതിലുള്ള നമ്പേഴ്സിനൊക്കെ ഈവൻ നമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, ഡോളറിലോട്ട് മാറ്റുക, റീപ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരേനെ എന്ത് ചെയ്യണം, ഡിസെൻഡിങ് ഓർഡറിലാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് പ്രോഗ്രാമിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ സി ലാംഗ്വേജിലാണ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ കോഡ് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ ഒരു അരേ ഡിക്ലെയർ ചെയ്യണം. നമുക്ക് അരേ എന്ത് ചെയ്യാം, യൂസറിൻ്റെ നിന്ന് വാങ്ങുന്നതിന് പകരമായിട്ട് ഇവിടെ തന്നെ ഇനീഷ്യലൈസ് ചെയ്യാം. യൂസറിൻ്റെ നിന്ന് വാങ്ങുന്ന കോഡൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതറിയാത്തവർ എന്ത് ചെയ്യാം, നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അരേ ഞാൻ ജസ്റ്റ് ഇവിടെ എം ടി ആയിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ അതിന് തന്നെ എന്ത് ചെയ്യും. നെക്സ്റ്റ് നമ്മളെ വാല്യൂസൊക്കെ എന്താ, ഇവിടെ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ ഇവിടെ കൊടുക്കാം. അതായത് 1 2 3 അതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് 10 വരെ കൊടുക്കാം. 4 ഓക്കെ 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ വാല്യൂസ്. ഓക്കെ സോറി 10 എന്ന് പറയുന്നത് ഇത്രയും വാല്യൂസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡിസെൻഡിങ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യിക്കുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിലുള്ള ഇവൻ നമ്പേഴ്സ്, ഓക്കെ ഇവൻ നമ്പേഴ്സ് എന്തായിട്ടായിരിക്കും, നമ്മൾ ഡോളറായിട്ടായിരിക്കും പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഇനി സൈസ് കണ്ടുപിടിക്കണം. സൈസ് കണ്ടുപിടിക്കാനൊക്കെ എന്താണെന്ന് കറക്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ചാണ്. അപ്പോൾ അതുപോലെ തന്നെ കൊടുക്കാൻ നമ്മൾ സൈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് സൈസ് ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഒരു ഇ മിസ്സിങ് ആണ്. സൈസ് ഓഫ് എന്താണ്, അരേ. ഓക്കെ, അരേൻ്റെ നെയിം എന്താണോ അത് കൊടുക്കുന്നു. എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് സൈസ് ഓഫ് ഏതാ അരേൻ്റെ ഏതായിരിക്കും. ഓക്കെ, ഒരു മിസ്സിങ് സൈസ് ഓഫ് അരേത്തെ 0th ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിരിക്കും. ഇപ്പോൾ അരേൻ്റെ സൈസും കിട്ടിയിട്ടുണ്ട്. എൻ എന്ന് പറയുന്ന വേരിയബിളിലാണ് എന്ത് സൈസ്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങുന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇൻ്റെ ഐ അതുപോലെ തന്നെ ജെ എന്ന് പറയുന്ന വേരിയബിൾ. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു വേരിയബിൾ കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ടെമ്പ് എന്ന ടെമ്പററി ആയിട്ടുള്ള വേരിയബിളാണ്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, നമുക്ക് ഓർഡർ മാറ്റണം. ഓക്കെ, ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോർ ലൂപ്പിൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഇതിനെ സോർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിസ് വരും. കാരണം ഒരു ഇഷ്യൂ ഉണ്ട്, നമ്മൾ സോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഇതിപ്പോൾ ഇൻറ്റീജർ ആയിട്ടുള്ള ഒരു അരയാണ്. അപ്പോൾ ഇതിലോട്ട് സ്ട്രിങ്ങിനെ വെക്കുക. ഡോളർ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ അതിനെ അതിലോട്ട് വെക്കുക എന്ന് കഴിഞ്ഞാൽ അപ്പോൾ കറക്റ്റായിട്ട് എന്താ, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോസിബിൾ അല്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വേ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് തന്നെ സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഐ അസൈൻ 0 എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഞാൻ. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ ലെസ് ദാൻ ഏത് വരെയ, എൻ വരെ കൊടുക്കുക. നമുക്കിവിടെ n-1 വരെ ചെക്ക് ചെയ്താൽ മതി. കാരണം എന്താണ്, നമ്മൾ ബബിൾ സോർട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സോർട്ടിങ് മെത്തേഡ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഫോളോ അപ്പ് ചെയ്ത് വരുന്നവരാണെങ്കിൽ ഇത് സിമ്പിളായിരിക്കും. ഓക്കെ, ഞാൻ ജെൻ്റെ വാല്യൂ എവിടുന്ന നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, i+1. കാരണം ഐയിലെ വാല്യൂ 0, അതുപോലെ തന്നെ തൊട്ടടുത്ത, അതായത് നമ്മുടെ കയ്യിലൊരു അരയുണ്ട്. അപ്പോൾ ആ അരേൻ്റെ തൊട്ടടുത്ത സംഖ്യയുമായിട്ട് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് ഏതാണോ വലിയ സംഖ്യ അതിനെ ഫസ്റ്റിലോട്ട് സ്വാപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വാപ്പ് ചെയ്തിട്ടാണ് സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ജെൻ്റെ വാല്യൂ ഇതുവരെ ആയിരിക്കും. അപ്പോൾ ലെസ് ദാൻ n വരെ ആയിരിക്കും. പിന്നെ എന്താണ്, ജെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് വെച്ചിരുന്നത്, ഇഫ് കണ്ടീഷനിൽ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും അരേ ഓഫ് ഐ. ഓക്കെ, അരേ ഓഫ് ഐൻ്റെ വാല്യൂ എന്താണോ നോക്കും, ലെസ് ദാൻ ഏതാണ്, അരേ ഓഫ് ജെ ആണോ നോക്കും. ഓക്കെ, അരേ ഓഫ് ജെ ആണോ നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ അരേ ഓഫ് ജെയിലുള്ളതാണ് വലുത് എങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അരേ ഓഫ് ജെയിലുള്ള വാല്യൂവിനെ വെക്കണം. ഓക്കെ, അപ്പോൾ ടെമ്പിൽ എന്ത് ചെയ്യുക, ഓക്കെ നമുക്ക് ടെമ്പിൽ അരേ ഓഫ് ജെന്നല്ല വെക്കേണ്ടത്, എന്ത് ചെയ്യണം, അരേ ഓഫ് ഐയിലുള്ള വാല്യൂവിനെ വെക്കണം. കാരണം അരേ ഓഫ് ഐയിലേക്കാണ് നമുക്ക് എന്ത് വേണ്ടത്, തൊട്ടടുത്ത സംഖ്യയാണ് വലുത്. അപ്പോൾ അതിനെടുത്ത് ഈ ചെറിയ സംഖ്യ ഉള്ള സ്ഥലത്തോട്ട് വെച്ചിട്ട് ചെറിയ സംഖ്യനെ എന്ത് വെക്കണം, നേരെ തിരിച്ച് മറ്റേ പൊസിഷനിലോട്ട് വെക്കണം. അപ്പോൾ ഇവിടെ അരേ ഓഫ് ഐ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അരേ ഓഫ് ഐ എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് എന്താ വരിക,
അപ്പോൾ ഈ അറേ ഓഫ് ഐയിൽ ഫ്രീ ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അറേ ഓഫ് ഐയിലേക്ക് എന്ത് വെക്കുന്നു, അറേ ഓഫ് ജെ വെക്കാം. ഓക്കെ, അറേ ഓഫ് ജെ വെക്കുന്നു. നെക്സ്റ്റ് എന്താ, അപ്പോൾ അറേ ഓഫ് ജെ ഫ്രീ ആണ് ഇനി. നെക്സ്റ്റ് അപ്പോൾ ആ അറേ ഓഫ് ജെയിലെ പൊസിഷനിലോട്ട് എന്ത് ചെയ്യുക, നമ്മൾ മുമ്പ് ടെമ്പിൽ വെച്ച വാല്യൂവിനെ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സോർട്ടിങ് ആയിട്ടുണ്ടാകും. ഓക്കെ, സോർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ നമുക്ക് ചെയ്യാനുള്ളത്, ഇനി നമുക്ക് റീപ്ലേസ് ചെയ്യണം. നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്തിട്ട് അതിന് ശേഷം വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നതിനോ കൂടെ തന്നെ പ്രിൻറ്റ് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രിൻറ്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മതി, ഒരു ഫോർ ലൂപ്പിൽ എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ 0 എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഐ ലെസ് ദാൻ ഏത് വരിക, n വരെ. ഓക്കെ, സൈസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ i++. ഓക്കെ, എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്തതിന് ശേഷം ഓക്കെ ചെക്ക് ചെയ്യാം. ഇഫ് കണ്ടീഷനിൽ എന്ത് കൊടുക്കുന്നു, നമ്മൾ അറേ ഓഫ് ഐ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. ഓക്കെ, അറേ ഓഫ് ഐ ഇതാണ് നമ്മളെ ഈവൻ നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, ഈവൻ നമ്പർ കണ്ടുപിടിക്കുന്നു. അതിനെ ഇവിടെ റീപ്ലേസ് ചെയ്തിട്ട് അതിന് തൊട്ടായിട്ട് തന്നെ നമ്മൾ പ്രിൻറ്റ് ചെയ്യിക്കും ചെയ്യുക. അപ്പോൾ ഈവൻ നമ്പർ കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ, അറേ ഓഫ് ഐയിലുള്ള വാല്യൂ മോഡ് ചെയ്യുക. ഓക്കെ, 2 മോഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 ആണോ വരുന്നത് നോക്കിയാൽ മതി. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അറേ ഓഫ് ഐയിലുള്ള വാല്യൂവിനെ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അറേ ഓഫ് ഐ എന്ന് കൊടുക്കുന്ന അസൈൻ, എന്താണ് വാല്യൂ അസൈൻ ചെയ്യേണ്ടത്, സ്ട്രിങ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഡോളറിനെയാണ് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇഫ് കണ്ടീഷന് താഴെ, ഓക്കെ, ഇഫ് കണ്ടീഷൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ നമ്പർ മാത്രമേ നമുക്ക് പ്രിൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് താഴെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നമ്പറും അതുപോലെ തന്നെ ഓഡ് നമ്പറും ഒക്കെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫോർ ലൂപ്പിൽ തന്നെ, അരയിലുള്ള ഓരോ വാല്യൂസ്. അപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ എന്താ വേണ്ടത്, പ്രിൻ്റ് എഫ് കൊടുക്കുന്നത്. പ്രിൻ്റ് എഫിൽ ഇവിടെ ഞാൻ കൊടുക്കുന്നത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സ്ട്രിങ് കൊടുക്കണ്ട, അതിന് പകരമായിട്ട് ഓക്കെ ഞാൻ പറഞ്ഞുതരാം, അറേ ഓഫ് ഐ എന്ന് കൊടുക്കുക. ഈ അറേ ഓഫ് ഐയിലുള്ള വാല്യൂവിനെ ഈക്വൽ ടു ഡോളർ ആണോ എന്ന് സ്ട്രിങ് ഇട്ടിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, അതാണെങ്കിൽ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഫ് കണ്ടീഷന് പകരമായിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്താൽ മതി. ഇതിന് അർത്ഥം അതാണെങ്കിൽ എന്നാണ്. ഓക്കെ, അതാണെങ്കിൽ എന്താ വേണ്ടത്, %c. ഓക്കെ, ഇതാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിലോ ഓക്കെ, എന്താണ് വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്താ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ ഇത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഓക്കെ, സിമ്പിൾ ഇവിടെ എന്താ കൊടുക്കുക, %d ആയിട്ടും പ്രിൻറ്റ് ചെയ്യുക. അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേ ഫയലിലുള്ള വാല്യൂവിനെ നമ്മളിവിടെ പ്രിൻ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോളർ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമുക്ക് ഓരോ സ്പേസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. ഓക്കെ, ഒന്നുകൂടി റൺ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കണ്ടോ 10 വരുന്ന ഈവൻ നമ്പറാണ്, അവിടെ ഡോളർ പ്രിൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ 8, 6 കണ്ടോ 4, 2 ഈ ഒരു പൊസിഷനിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈവൻ നമ്പേഴ്സ് വരുന്ന ടൈമിലൊക്കെ ഡോളറായിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ %c എന്ന് പറയുന്നത്, അതായത് ഡോളറിൻ്റെ നമ്പർ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ എന്താക്കിയിട്ടുള്ളത്, ഡോളറായിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ അരയിൽ ഓൾറെഡി 36 ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം അതെന്താണ് ഈവൻ നമ്പറാണ്. അപ്പോൾ അതിനെയും എന്താണ് ഡോളറായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യിക്കാനുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, അത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഡ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ പുതുതായിട്ട് വേറെ ഏതെങ്കിലും മെത്തേഡ് രീതിയിൽ ഈ ഒരു കോഡും കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയിൽ താഴെ കമൻ്റായിട്ട് ചെയ്യുക. അപ്പോൾ മറ്റുള്ള പുതിയതായിട്ട് പഠിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു മെത്തേഡ് കണ്ടുപിടിച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ഈ ഒരു സോർട്ടിങ് ചെയ്തതിൻ്റെ എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമുക്ക്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ താഴെയാണ് ഇത് പ്രിൻ്റ് ചെയ്യിക്കുന്നതെങ്കിൽ, ഓക്കെ അവസാനമാണ് നമ്മൾ സോർട്ട് ചെയ്യിക്കുന്നതെങ്കിൽ, ഓക്കെ ഞാൻ ഇതിനെ കൂടി ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു ഫോർ ലൂപ്പിൽ താഴെ പ്രിൻ്റ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ഡോളറും ഫസ്റ്റ് ആയിരിക്കും പ്രിൻ്റ് ആകുന്നത്. പിന്നെ ഐ എന്ത് ചെയ്യുക, 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഐ ലെസ് ദാൻ എന്ത് ചെയ്യുക, n വരെ. അതുപോലെ i++ എന്ന് കൊടുത്തിട്ട് ഈ സെയിം സംഭവം തന്നെ ഞാൻ പ്രിൻ്റ് ചെയ്ത്. ഓക്കെ, ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോർട്ടിങ് നമ്മളിപ്പോൾ താഴെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, എല്ലാ ഡോളേഴ്സും ആദ്യം പ്രിൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെയാണ് സോർട്ട് ആയിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്നറിയോ,
ഇതിൽ എല്ലാം വാല്യൂ എന്തായിരിക്കും 36 ആയിരിക്കും ഡോളറിൻ്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ %C എന്നുള്ളത് മാറ്റിയിട്ട് %D ആയിട്ട് തന്നെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ, 36 കണ്ടോ, ഇതാണ് അതിൻ്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള വേറെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എങ്ങനെയാണ് കോഡ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യുക, ഡിഫറൻ്റ് ആയ രീതിയിൽ കണ്ടുപിടിച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യുക, പുതിയ കോഡും കാര്യങ്ങളൊക്കെ ഇതുപോലെ അരയിൽ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇനി ഫ്യൂച്ചറിൽ ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് എന്താ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡ്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.